വിജിൽ കൊലപാതക കേസ് സംബന്ധിച്ച തെരച്ചിൽ തുടരുമ്പോൾ ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. സരോവരത്താണ് ഈ അസ്ഥി കണ്ടെത്തിയത്. മേഘ മാധവൻ ചേരുകയാണ്. മേഘ, തെരച്ചിലിനിടയിൽ ഒരു അസ്ഥി കിട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, തുടർച്ചയായ 7ാം ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ സരോവരത്തെ ചതുപ്പിൽ നിന്നും വിജിലിന്റെ എന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസം, അതായത് 2ാം തവണ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിന്നാലെ തുടർച്ചയായി പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ഒരു ഷൂ കണ്ടെത്തിയിരുന്നു. എന്നാൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നിനെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ 7:30 മുതൽ തുടർച്ചയായ പരിശോധനയാണ് നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങളും കെട്ടിത്താഴ്ത്തിയ കല്ലും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് പ്രതികളെ ഉച്ചയ്ക്ക് മുൻപേ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുൻപെയാണ് നിർണായകമായ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ ഉണ്ടായിരുന്നു, അതായത് ഈ കേസിലെ 1ാം പ്രതി നിഖിലും 3ാം പ്രതി ദീപേഷിന്റെ സ്ഥാനത്തിൽ കൂടിയാണ് തിരച്ചിൽ നടത്തി വന്നിരുന്നത്. 7 ദിവസമായി തുടർച്ചയായ പരിശോധന പോലീസ് നടത്തി. വലിയ ശ്രമകരമായിരുന്നു പരിശോധന. അതായത് വലിയ തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ തന്നെയും വറ്റിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയത്. വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏതായാലും തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് തന്നെ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. പ്രതികൾ കൃത്യമായി തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മരണത്തിന് പിന്നാലെ സരോവരത്തെ ചതുപ്പിൽ മൃതദേഹം കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്നു എന്നത്. അതിൽ തന്നെ ഈ പ്രതികൾ പറഞ്ഞ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇന്നത്തെ പരിശോധനയിൽ നിർണായകമായ ഈ തെളിവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അത് നടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപേ തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് തന്നെ പോലീസിന് ലഭിച്ചിരിക്കുന്നു. വിജിലിന്റെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2019 മാർച്ചിലാണ് ഈ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചത് ഓവർഡോസ് ആയതിനെ തുടർന്ന് വിജിൽ മരണപ്പെടുന്നത്. മരണത്തിന് പിന്നാലെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ സുഹൃത്തുക്കൾ ഈ വിജിലിന്റെ അസ്ഥി പെറുക്കി നിമഞ്ജനം ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഇന്നലെ പ്രദേശത്ത് കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി തെളിവെടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന് കൃത്യമായ തെളിവുകൾ കിട്ടേണ്ടതുണ്ടായിരുന്നു. കാരണം മൃതദേഹം ഇവിടെയുണ്ട് എന്ന് ഈ പ്രതികൾ പറഞ്ഞിരുന്നുവെങ്കിലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തുടർച്ചയായി തന്നെ അന്വേഷണ സംഘം ഈ നേരത്തെ അറിയാം പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തി. കടാവർ നായ്ക്കൾ ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹം കണ്ടെത്താൻ പ്രത്യേക പരിശീലനം നേടിയ കടാവർ നായ്ക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഏതായാലും ഈ വെള്ളം പൂർണ്ണമായും വറ്റിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കിട്ടുന്ന കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന്റെ നിരവധി ഭാഗങ്ങൾ കിട്ടി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല. പോലീസിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരമാണ്. അതായത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ 7:30 മുതൽ പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനാ സമയത്ത് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്ന കാര്യം എന്നത് ഈ പ്രതികൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് തന്നെയാണ് ഈ പരിശോധന ഇപ്പോൾ നടത്തുന്നത് എന്നാണ്. വലിയ ചെളിയായിരുന്നു, അത് നീക്കം ചെയ്ത് ഈ പരിശോധിക്കുക എന്നത് വലിയ വിഷമം നിറഞ്ഞ ദൗത്യം തന്നെയായിരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം തുടർച്ചയായ 7ാം ദിവസത്തെ പരിശോധനയിൽ ഇപ്പോൾ കൃത്യമായി തന്നെ ഈ അസ്ഥി കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. വിശദമായ വിവരം അല്പസമയത്തിന് ശേഷം തന്നെ അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശത്ത് തന്നെ അസ്ഥി ഉണ്ടാകുമെന്ന സൂചന പോലീസിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അറസ്റ്റിലായവർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചൊരു കൺഫർമേഷൻ ഉണ്ടാകണമെങ്കിൽ ഇനി ഫോറൻസിക് പരിശോധന അടക്കം കഴിയേണ്ടതില്ലേ മേഘ? ഷമ്മി, അതായത് കഴിഞ്ഞ കുറേ ദിവസമായി പരിശോധന നടത്തിയിരുന്നു. ആദ്യ ദിവസം, അതായത് 2 ദിവസം മുമ്പേ ഒരു ഷൂ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകലെയാണ് പരിശോധന നടത്തുന്നത്. അങ്ങോട്ട് മാധ്യമങ്ങൾക്കൊന്നും തന്നെയും പ്രവേശനമില്ല. എനിക്ക് പുറകിലായി കാണുന്ന ഈ സ്ഥലം ഇവിടെ ബ്ലോക്ക് ചെയ്ത നിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായി എലത്തൂർ പോലീസ് അന്വേഷണ സംഘമൊക്കെ തന്നെയും ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോടെ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പ്രതികളെ
ഈ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇനി ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു, മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, കെട്ടിത്താഴ്ത്തിയ കല്ല് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് വിജിലിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രണ്ടാം തവണ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തുടർച്ചയായ 7-ാം ദിവസം നടത്തിയ പരിശോധന, ഇതിലാണ് ഇപ്പോൾ അസ്ഥി ഉൾപ്പെടെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരിക്കുന്നത്. ഇതുൾപ്പെടെ കോടതിയിൽ കൃത്യമായി ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഷൂ വിജിലിൻ്റെതാണ് എന്ന സ്ഥിരീകരണത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതുപോലെ തന്നെ ഈ അസ്ഥിയും ഇത് വിജിലിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കാൻ പരിശോധനകൾ ആവശ്യമാണ്. അത് തീർച്ചയാണ്. ഏതായാലും എന്തൊക്കെയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്, എന്തൊക്കെ വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ. മേഘ, ഈ ഒരു അസ്ഥി മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അസ്ഥികൂടം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ കൂടി ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ? ഒരു അസ്ഥി മാത്രമായി എങ്ങനെയാണ് അത് സ്ഥിരീകരിക്കാൻ കഴിയുക, ഒരു അസ്ഥി എന്ന് പറയുമ്പോൾ? അസ്ഥി എന്നതല്ല പോലീസ് പറയുന്നത്. അതായത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നതാണ്. അത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിവരമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്, ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ളത് അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്കതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. കാരണം പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം എന്നത് കഴിഞ്ഞ 7 ദിവസമായി തുടർച്ചയായ പരിശോധനയാണ് നടത്തി വരുന്നത്. പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം എന്നത് വിജിലിൻ്റേതെന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നതാണ്. ഇനി എന്താണ് കണ്ടെത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് അധികമായി വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്കതിൽ കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും വിജിലിനെ കെട്ടിത്താത്തി എന്ന് സംശയിക്കുന്ന കല്ലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ അല്പസമയത്തിനകം മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. കാരണം വലിയ ചെളിയാണ്, വലിയ ചതുപ്പാണ്. ഇതിൽ നിന്നാണ് തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന പോലീസ് പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്നത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നതാണ്. അത് അസ്ഥിയാണോ മറ്റെന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും സമയങ്ങളിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വലിയ ദൗത്യമായിരുന്നു പോലീസ് ഏറ്റെടുത്തത്. കാരണം 2019 നടന്ന ഒരു സംഭവമാണ്. അതിൽ വിജിൽ എന്നൊരു ചെറുപ്പക്കാരനെ കാണാതാകുന്നു. അത് പിന്നീട് കുടുംബം പരാതിപ്പെടുന്നു. ആ പരാതി അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമാകുന്നു. അങ്ങനെ വിജിലിനൊപ്പം ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അതിനു പിന്നാലെ ഈ സുഹൃത്തുക്കളായ ആ സമയത്ത്, അതായത് കാണാതായ ദിവസം വിജിലിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ, നിഖിലിനെയും ദീപേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു കാണാതായ വിജിൽ എന്ന വ്യക്തി കാണാതായതല്ല, മരണപ്പെട്ടതാണ് എന്ന വിവരത്തിലേക്ക് പോലീസ് എത്തുന്നത്. പോലീസിന് അതിന് കൃത്യമായ തെളിവും ലഭിച്ചു. ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ അത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ഇവർ 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ബ്രൗൺ ഷുഗർ ശരീരത്തിൽ കുത്തിവെക്കുന്നു. ഓവർഡോസ് ആയതിനെ തുടർന്ന് വിജിൽ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്നു. അതിന് പിന്നാലെ വിജിലിന്റെ മൃതദേഹം അവരവിടെ ആ പ്രദേശത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. അതിനുശേഷം പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ആ മൃതദേഹം അതേ സ്ഥലത്ത് തന്നെയുണ്ട്. അവിടെ നിന്ന് ഈ സുഹൃത്തുക്കൾ തന്നെ മൃതദേഹം ഈ സരോവരത്തെ ചതുപ്പിൽ കല്ലിൽ കെട്ടിത്താഴ്ത്തുന്നു. അതിനു പിന്നാലെ വിജിലിൻ്റെ വണ്ടിയും അതിനൊപ്പം മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷനിലും അതിന് സമീപത്ത് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായി എന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്നു. അതിന് പിന്നാലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ മാസങ്ങൾക്ക് ശേഷം കുറ്റബോധം കാരണം മൃതദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ സ്ഥലത്ത് നിന്ന് അസ്ഥി പെറുക്കി നിമഞ്ജനം ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതികൾ പോലീസിനോട് പറയുന്നു. അങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു സംഭവം, ഇതൊരു കാണാത്ത ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന വാർത്തകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അങ്ങനെയാണ് പോലീസ് തുടർച്ചയായ പരിശോധന ഈ സരോവരത്തെ ചതുപ്പിൽ നടത്തുന്നത്. ഒരു സമയത്ത് മഴ വലിയ തരത്തിൽ വെല്ലുവിളിയായി നിന്നു. കാരണം നല്ല വെള്ളമുള്ള സ്ഥലമാണ്. അത് ഈ വെള്ളം വറ്റിച്ചിട്ട് വേണം മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ. പ്രതികളെയും കൊണ്ട് 2ാം തവണ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പ് കൃത്യമായി തന്നെ ഈ സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ അതൊരു ഫലവും ഉണ്ടായില്ല. തുടർച്ചയായി നടത്തിയ പരിശോധനയിൽ 7ാം ദിവസമാണ് ഇപ്പോൾ വിജിലിൻ്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഏതാണ്, എന്ത് ഭാഗമാണ് എന്നതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ മാത്രമേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം കിട്ടിയാൽ. വിജിൽ കൊലക്കേസ് സംബന്ധിച്ച തിരച്ചിൽ തുടരുകയാണ്. ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.